ശ്രീ ആർ വി ബാബു, ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അറസ്റ്റിലായ മുരാരി ബാബു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വന്ന അറസ്റ്റ്. അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വാസുവിലേക്ക് എത്തുന്നത്. വാസുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മകുമാറിലേക്ക് എത്തിക്കുന്നത്. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി അടുത്തത് കടകംപള്ളിയാണോ? സ്മൃതി, ഈ സ്വർണ്ണക്കൊള്ള വിഷയം പുറത്തു വന്ന സമയം മുതൽ തന്നെ അതിന്റെ കേസ് വിവരങ്ങളെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് അന്നു മുതൽ തന്നെ ഹൈന്ദവ സംഘടനകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ പിന്നിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ദേവസ്വം ബോർഡ് മെമ്പർമാർ മാത്രമല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെയൊക്കെ നിയമിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വവും കൂടി ഉത്തരവാദികളാണ് എന്ന് അന്നു മുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ചിരുന്ന, ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളെ നോക്കിയിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം എത്തണം എന്ന ആശയം അന്ന് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യമാണ്. ഇപ്പോ SITയുടെ അന്വേഷണത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, അത് മഹാകാര്യമാണ് എന്നൊക്കെയാണ് ഗോപൻ ഇവിടെ പറഞ്ഞത്. നമുക്കറിയാം, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് 2019 വോറ്റി വശം കൊടുത്തുവിടാൻ, അത് ചെമ്പാക്കി മഗസറിൽ രേഖപ്പെടുത്തി കൊടുത്തുവിടുന്നതിൽ പങ്കാളികളായ ആളുകളുടെ അവരുടെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം ചുമതലപ്പെട്ടവരുടെ ചുമതലകളാണ് പറഞ്ഞത്. ദേവസ്വം കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, എഞ്ചിനീയർ, അതിലൊരു പ്രതിയാണ് ദേവസ്വം ബോർഡ്. 10 പ്രതികളാണ്. അങ്ങനെ ദേവസ്വം ബോർഡ് അടക്കം 10 പേര് വരും. ആ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരൊക്കെയാണ് സ്മൃതി. ഒരാളുടെ പേര് KP ശങ്കരദാസ് എന്നാണ്, മറ്റേയാളുടെ പേര് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. സ്മൃതിക്ക് അറിയാമെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ നല്ലതാണ്. KP ശങ്കരദാസ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളാണ്. കാരണം ദേവസ്വം ബോർഡ് പ്രതിയാണെന്ന് അങ്ങ് അതിന് ഉത്തരവാദിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, അന്നത്തെ ഇപ്പോൾ പത്മകുമാർ മാത്രമായിട്ട് ഈ ആലോചനാ യോഗത്തിൽ പങ്കെടുത്തിട്ട് ഈ തീരുമാനം എടുത്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വമില്ലേ? വിജയകുമാർ അംഗങ്ങൾ ഇതിനകത്ത് പ്രതികളാണ്. അതുകൊണ്ട് ഹൈക്കോടതി വിജയകുമാർ, എനിക്ക് ആ പേര് ഓർമ്മയില്ലായിരുന്നു. താങ്ക് യു. അപ്പോ വിജയകുമാർ, KP ശങ്കരദാസ്, നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ പോരെ? നമുക്ക് സാമാന്യനെ നമുക്ക് ചിന്തിച്ചുകൂടെ? പത്മകുമാർ ഈ ദേവസ്വം ബോർഡ് മെമ്പർമാർ അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കം അതിൽ പ്രതിയാവണം, അവരെ അറസ്റ്റ് ചെയ്യണം. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പൊ ഇവിടെ കടകംപള്ളി സുരേന്ദ്രന്റെ കയ്യിലാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ പോയതെന്ന് പറഞ്ഞു. അത് ന്യായമായും നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം ഇവരൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു. പത്മകുമാർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന്. വാസു പറഞ്ഞിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഈ വ്യക്തിയെ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എനിക്ക് പരിചയമില്ല എന്ന്. പക്ഷേ പുറത്തു വന്ന പിന്നീടുള്ള വാർത്തകൾ, കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പാലുകാച്ചലിന് പോകുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണെന്ന് വരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല ബന്ധമുള്ള ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് ഇതിനകം തന്നെ പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ബന്ധം ഉപയോഗിച്ച് ദേവസ്വം വകുപ്പിന് തന്നെ ഈ അപേക്ഷ നൽകുന്നു എന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കത്തക്കതാണ്. അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണം തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകണം. ഇത് പോകുമോ എന്നുള്ള ആശങ്കയിലെ അടിസ്ഥാനത്തിലാണ്. ഇത് മാത്രമല്ല, ഇപ്പൊ SITയിലുള്ള ഒരു അവിശ്വാസം പറഞ്ഞു എന്ന് പറഞ്ഞു. ഹൈക്കോടതിയിലല്ല നമ്മുടെ അവിശ്വാസം, SIT. നമ്മൾ പറയാൻ കാരണം എന്താ? SITയിലെ ഉദ്യോഗസ്ഥന്മാര് എന്ത് പറഞ്ഞാലും ശരി, അവര് പിണറായി വിജയന്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരാണ്. തൽക്കാലത്തേക്ക് ഒരു പീരീഡിൽ അവരും ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ പ്രവർത്തിക്കുന്നു. ആ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നേരിട്ട് കൊടുക്കുന്നു. അതൊക്കെ ശരി. പക്ഷെ ആത്യന്തികമായി ഇവരൊക്കെ ആരാണ്? ഇവര് ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. ആ ഒരു സ്വാധീനം SITക്ക് ഉണ്ടാകാം എന്നൊരു ആശങ്ക ഞങ്ങൾ തുടക്കത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോ ഇതെല്ലാം SIT ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. SIT ചെയ്യണം. എപ്പോഴാണെന്നറിയാമോ? ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി അടക്കം, കട്ടിലപ്പാടി അടക്കം കേരളത്തിന് പുറത്തു കൊണ്ടുപോയി പലയിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ SIT ചോദ്യം ചെയ്തോ? അവരെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടോ? അവരെയൊക്കെ വിളിപ്പിക്കുമ്പോൾ SITയുടെ പൂർണ്ണ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർണാടകയിലോ ആന്ധ്രയിലോ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഒക്കെ ഈ പോറ്റി കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വിശദമായി അന്വേഷിച്ച് കണ്ടെത്താൻ SITക്ക് സാധിക്കുമോ? അതിന്റെ SITക്കുള്ള പരിമിതികളെ നമ്മൾ കാണാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് SITയുടെ പരിമിതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്, അതൊരു CBI അന്വേഷണത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞത്. ആ വാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സ്മൃതി. അത് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവില്ലായ്മയെ കുറിച്ചൊന്നും
ചിന്തിച്ചിട്ടില്ല. അതിന്റെ തുടക്കം മുതൽ ഞാൻ ചർച്ച ചെയ്തപ്പോൾ അതിന്റെ പരിമിതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. SITക്ക് ഒരു പരിമിതി ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോ SIT വേറെ നിവൃത്തിയില്ല. കോടതിക്ക് പരിമിതിയുണ്ടോ ശ്രീ RV ബാബു? കോടതിയല്ലേ നിരീക്ഷിക്കുന്നത്? ഒരാളാണ് കോടതിയല്ലേ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ കോടതിയാണ് നിരീക്ഷിക്കുന്നത്. എപ്പോഴും അന്വേഷണം എവിടം വരെ പോകണം, അന്വേഷണം ഏത് തലം വരെ പോകണം, ആരെയൊക്കെ അത് കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. SIT അന്വേഷിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിരീക്ഷിക്കും, അതിന്റെ നിഗമനങ്ങൾ നടത്തും. ആരെ വിട്ടുകളയണം, ആരെ ഒഴിവാക്കണം, എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ SIT അല്ല തീരുമാനിക്കുന്നത് സ്മൃതി. അതെല്ലാം കോടതിക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. നമുക്കറിയാലോ ഒരു അന്വേഷണ ഏജൻസിക്ക് ഏതൊക്കെ തരത്തിൽ ഒരാളെ രക്ഷിക്കാൻ കഴിയും, ഏതൊക്കെ തരത്തിൽ ഈ അന്വേഷണം ലഘുവാക്കി മാറ്റാൻ കഴിയും, ദുർബലമാക്കാൻ കഴിയും എന്നൊക്കെ അറിയാത്തവരല്ലല്ലോ. ഞാനിവർ ദുർബലമാക്കി എന്നൊന്നും ആരോപിച്ചിട്ടില്ല കേട്ടോ. അതിന് സാധ്യതകളുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത്. കാരണം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള അത് നമുക്ക് സഹിക്കാനാവുന്നതിലപ്പുറമാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ട് ശബരിമല സന്നിധാനം ഒരു കൊള്ളയ്ക്ക് ഇരയായിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട് ശബരിമലയിൽ. പക്ഷേ ഇത്രയും നഗ്നമായ കൊള്ള വിശ്വാസികൾ വിശ്വാസപൂർവ്വം സമർപ്പിച്ചത് കൊള്ളയടിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൊള്ളയടിച്ചിരിക്കുന്നു. CPM-ന് ഇപ്പൊ എന്താ MV ഗോവിന്ദൻ പറഞ്ഞത്? എന്താ MV ഗോവിന്ദൻ പറഞ്ഞത്? കുറ്റാരോപിതൻ മാത്രമാണ് പത്മകുമാർ എന്ന് പറഞ്ഞില്ലേ? MV ഗോവിന്ദന്റെ ഇന്നത്തെ കമന്റിൽ അയാളെ അങ്ങനെ തള്ളിപ്പറയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്, കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അപ്പോ MV ഗോവിന്ദന് പത്മകുമാർ ഇപ്പോഴും ഒരു കുറ്റവാളിയല്ല, ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. ഈ നയം എല്ലാ കാലത്തും CPM എടുക്കാറുണ്ടോ? ഇപ്പോഴത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആരെങ്കിലുമൊക്കെ കേസിൽപ്പെട്ടാൽ അവരെ അറസ്റ്റ് ചെയ്താൽ ഈ നയമാണോ CPM എടുക്കാറ്? അല്ല. CPM കാപട്യം നിറഞ്ഞ ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തിരിക്കുക. എന്തുകൊണ്ടാണ് പത്മകുമാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റാരോപിതൻ മാത്രമാണ്, കോടതി ശിക്ഷിക്കുമ്പോഴല്ലേ? അത് ശരിയാണ്, തത്വത്തിൽ അത് ശരിയാണ്. പക്ഷെ ആ നിലപാടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. കാരണം വളരെ ശക്തനായ നേതാവിനെ തന്നെ കണ്ടെത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ CPM ആ പ്രസിഡന്റ് ജയിലിൽ ഉള്ളാവുമ്പോൾ ദൗർഭാഗ്യകരമായി പോയി. അതിനു മുകളിലേക്ക് പോകാനുള്ള പ്രതിരോധമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പത്മകുമാർ എന്ന പേര് പറഞ്ഞ് തള്ളി പറയാതിരുന്നതിന്റെ കാരണം അതാണോ എന്നും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.